ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എന്തൊക്കെ എനർജിയാണ് കണക്റ്റ് ആവുന്നത് എന്ന് നോക്കാം. എന്തൊക്കെ മെസ്സേജുകളാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് കപ്സ്, ഡെത്ത്, Ace of Cups, Ace of Wands, 6 of Swords. ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് നോക്കാം. 8 ഓഫ് കപ്സിന് എന്താ കിട്ടുന്നത്? ക്വീൻ ഓഫ് സോർട്സ്. ഡെത്തിന് 10 ഓഫ് കപ്സ്. Ace ഓഫ് കപ്സിന് ദ മജീഷ്യൻ. Ace of Wandsന് ജസ്റ്റിസ്. 6 ഓഫ് സോർട്സിന് 8 ഓഫ് സോർട്സ്. അപ്പോൾ ഇതിൽ 8 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു ഇഷ്ടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. ഇതിൻ്റെ ഒരു പക്ഷേ ഇത് അവിടെ നമുക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ആ ഭാഗത്തുനിന്നും മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ മാറിപ്പോകുന്ന ഈ വ്യക്തിയുടെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ്. ഈ സമയം മാറും, ഗ്രഹണം മാറും, ഒരു നല്ല സമയം ഇവർക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും ആൾ പോകുന്നത്. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വിഷമങ്ങൾ, ഇഷ്ടമുള്ള ആളുകളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മൾ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് വിട്ടുപോവുക. അവിടെ വഴക്കടിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നിൽക്കാതെ ആ ഭാഗത്തുനിന്ന് വിട്ടുപോകുക എന്നുള്ള ഒരു ഇതിലാവും. ഒരു പക്ഷേ ഒരുപാട് വേദനയുണ്ട്, ഈ ആളുടെ മുഖം കാണിക്കുന്നില്ല. ആളാ ഇതിൽ നിന്ന് ഇഷ്ടപ്പെടാതെ, അയാളുടെ വികാരം പ്രകടിപ്പിക്കാതെ ആൾ പോകുന്ന ഒരു എനർജിയാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് കിട്ടിയപ്പോൾ ക്വീൻ ഓഫ് സോർട്സാണ്. ഇയാൾ മെൻ്റലി നല്ല സ്ട്രോങ് ആണ്, ഭയങ്കര ഇതായിരിക്കും, സക്സസ്ഫുള്ളായ ഒരു എനർജിയാണ്. പക്ഷേ ഇങ്ങനെ ഇത് പോകുമ്പോൾ ആളുടെ ഒരു തോൽവിയായിട്ടല്ല കണക്കാക്കുന്നത്. ആൾ കൂടുതൽ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ വേണ്ട എന്ന് കരുതി അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അടുത്തത് ഡെത്ത് കാർഡ്. നമ്മൾ എന്തിൻ്റെ ഒരു പരിസമാപ്തി, അവസാനം എന്നുള്ളതായിരിക്കും. ഇതിന് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫാമിലി ആയിട്ട് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്നുകിൽ അതൊക്കെ പറഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ ഒക്കെ അവസാനിപ്പിക്കുക, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകും എന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. ഈ 2 കാർഡും അങ്ങനെയാണ് കാണിക്കുന്നത്. ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളോ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും, അത് നിങ്ങൾ അവസാനിപ്പിക്കും, അങ്ങനെയുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇഷ്ടം, പുതിയൊരു എന്തെങ്കിലും ഒരു നമുക്ക് ഡിവൈനായിട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊരു ഇഷ്ടം. അപ്പോൾ ആ ഒരു ഇഷ്ടം എന്ത് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും. ഇത് നമ്മൾ വേണ്ടെന്ന് വെക്കണോ, എന്താ മുന്നോട്ട് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് മജീഷ്യൻ എന്നുള്ള കാർഡാണ്. അത് ഇത് ഡിവൈനായിട്ട് കൊണ്ടുതരുന്ന ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ പുതിയൊരു പാഷൻ, പുതിയൊരു നമുക്കൊരു എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിടയിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനൊരു ആശയം കിട്ടുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആയിട്ട് ഇത് ജസ്റ്റിസാണ്. ഇത് നമുക്കൊരു അവിടെ ഒരു നമുക്ക് അവകാശപ്പെട്ടതാണ് അത് എന്നുള്ളൊരു ചിന്തയാണ്. നമുക്ക് ആ സമയത്താണ് കറക്റ്റായിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. നമുക്ക് എന്താണോ ചിലപ്പോൾ അതിലായിരിക്കും നിങ്ങൾ പിൻകാലത്ത് അറിയപ്പെടുക. അങ്ങനൊരു ഒരു കാര്യം നിങ്ങളിലേക്ക് അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് വന്നിരിക്കാം, അല്ലെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിപ്പെടാം. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്, നിങ്ങൾക്ക് ഒരു നീതി കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്,
എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ സ്വഭാവങ്ങളായിരിക്കാം, നിങ്ങളുടെ പല നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ശീലങ്ങളായിരിക്കാം, അതൊക്കെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇതിന് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന 8 ഓഫ് സോഴ്സാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്വയം ബന്ധിതനായി നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു സ്വഭാവവിശേഷം നിങ്ങൾ മാറ്റിക്കളയാനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ മാറ്റി നിങ്ങൾ ഒന്ന് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കാനും നിങ്ങൾക്ക് മറ്റുള്ളവരെ നമ്മളെ രക്ഷിക്കും എന്നുള്ള ചിന്തയിൽ നിൽക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇന്ന് തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന്. നല്ലൊരു പോസിറ്റീവായ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. വിഷമങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും. എല്ലാം നിങ്ങൾക്ക് ഡിവൈനായിട്ട് കൊണ്ടുവന്ന് തരുന്നതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്കൊരു യൂണിവേഴ്സ് ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നോക്കാം. കടിച്ചാടിപ്പോന്നു. ഇട്ടിരിക്കുന്ന പേഷ്യൻസ്. ജസ്റ്റ് എ ഫ്യൂ മോർ മന്ത്സ് ഗുഡ് തിങ്സ് കം ടു ദോസ് ഹൂ വെയിറ്റ്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാനാണ് പറയുന്നത്. നിങ്ങളിലേക്ക് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. യൂണിവേഴ്സിൽ വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, കാത്തിരിക്കുക. സമയം എപ്പോഴും ഓരോന്നിനും ഒരു സമയമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ എല്ലാം പോസിറ്റീവായി നിങ്ങളിലേക്ക് വരും. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. റീഡിങ് റെസിനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.